വല്ലവനും വിവരക്കേട് പറയുന്നതിന്റെ അകത്ത് മലയാളി വാർത്ത ഇടപെടണ്ട. നീ എന്തൊരു മടയത്ര ഊളത്തരാ പറഞ്ഞു. ആ കാർഗെ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയല്ലോ അവർ അധികാരത്തിൽ വരുമെന്ന്. ഒന്ന് ആലോചിച്ച് ചെയ്യും. ഒരു കേജ്രിവാൾ ഒരു 100 കോടി രൂപ കട്ട 120 കോടി രൂപ കട്ട വരുത്തനെയാ വലിയ നേതാവായിട്ട് കിടന്നത്. അയാൾക്ക് എത്ര സീറ്റ് കിട്ടാന്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ അക്കൗണ്ട് തുറക്കും. കേരളത്തിൽ ഒരു സംശയവും വേണ്ട. എത്ര സീറ്റ് തുറക്കുന്ന താങ്കളുടെ അഭിപ്രായം? 3 സീറ്റ് BJP കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. നമസ്കാരം. ഇന്ത്യ ആര് ഭരിക്കണം എന്നറിയണമെങ്കിൽ 72 മണിക്കൂർ കൂടി കാത്തിരിക്കണം. 3 ദിവസം കഴിയുമ്പോൾ ഇന്ത്യയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനമുണ്ടാകും. ഇന്ന് അവസാനവട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെയും കോൺഗ്രസിലെയും പ്രമുഖരായ നേതാക്കളെല്ലാം ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കും. അന്ന് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഭാരതം ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ ദിശാസൂചികകൾ ജൂൺ 4-ാം തീയതി രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ അറിയാൻ സാധിക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ഇക്കുറി ലോക്സഭയിലേക്ക് നടന്നത്. കേരളത്തിലും മത്സരം കടുത്തത് തന്നെയായിരുന്നു. ഇക്കുറി കേരളത്തിൽ പല മണ്ഡലങ്ങളിലും അക്ഷരാർത്ഥത്തിൽ ത്രികോണ മത്സരം എന്ന് പറയാമായിരുന്നു. തീപാറുന്ന മത്സരങ്ങൾ തന്നെയായിരുന്നു. പതിവില് വിപരീതമായി ഇക്കുറി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന് BJPക്കാരും BJP പച്ച തൊടില്ല എന്ന് LDFും UDFും ഒരേ സ്വരത്തിൽ പറയുന്നു. എന്നാൽ ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ എത്ര വലിയ കണക്കുകൾ നിരത്തി പറഞ്ഞാലും കേരളത്തിൽ ഇക്കുറി BJP അക്കൗണ്ട് തുറക്കും എന്നാണ് മുൻ ജനപക്ഷത്തിൻ്റെ നേതാവും ഇപ്പോൾ BJPയിൽ സജീവമായി പ്രവർത്തിക്കുന്ന BJPയുടെ നേതാവുമായ PC ജോർജ് പറയുന്നത്. ജനപക്ഷം എന്ന പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് PC ജോർജ് എത്തിയിട്ട് നാളുകൾ കുറച്ചേ ആയിട്ടുള്ളൂ. എങ്കിലും PC ജോർജ് BJPയുടെ സജീവ പ്രവർത്തകനായി മാറിയിരിക്കുന്നു, നേതാവായി മാറിയിരിക്കുന്നു. ഇക്കുറി പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി BJP PC ജോർജിനെ ആയിരിക്കും നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ പത്തനംതിട്ടയിൽ PC ജോർജിന് പകരം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന ചേർത്തലക്കാരനായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിക്കാണ് പത്തനംതിട്ടയിൽ BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ അവസരം ഉണ്ടായത്. PC ജോർജിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ആദ്യമെല്ലാം പത്തനംതിട്ടയിലെ പഴയ ജനപക്ഷം നേതാക്കളും PC ജോർജിനോട് അടുത്ത് നിൽക്കുന്ന BJPക്കാരുമെല്ലാം കളം ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് യാഥാർത്ഥ്യം മനസ്സിലാക്കി PC ജോർജ് അനിൽ ആന്റണിക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയായിരുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് PC ജോർജ് ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. എന്നാൽ ആർക്കും യാതൊരു വിധത്തിലുള്ള ഒരു സംശയവും വേണ്ട, കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിക്കും എന്നാണ് PC ജോർജ് അടിവരയിട്ട് പറയുന്നത്. ആ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നും PC എടുത്തു പറയുന്നുണ്ട്. ഒന്ന് തൃശ്ശൂർ, മറ്റൊന്ന് തിരുവനന്തപുരം. ഇനി 3-ാമത്തെ സീറ്റ് അത് തൻ്റെ സ്വന്തം മണ്ഡലമായ പത്തനംതിട്ട തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി എന്ന ചെറുപ്പക്കാരൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും. BJPയുടെ ടിക്കറ്റിൽ പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി തന്നെ ആയിരിക്കും എന്നുകൂടി PC ജോർജ് സംശയാതീതമായി പറഞ്ഞു വെച്ചു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള ചില ആളുകളുടെ അഭിപ്രായങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എന്തൊക്കെ തലയ്ക്ക് വെളിവില്ലാത്ത ആളുകൾ എവിടെയെല്ലാം നിന്നുകൊണ്ട് പറയും എന്ന് PC ജോർജ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രതികരിക്കുകയുണ്ടായി. ഇവിടെ VD സതീശനും പിണറായി വിജയനും ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇന്ത്യ മുന്നണി. അതായത് BJPയുടെ സാരഥിയും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയെയും BJPയെയും ഒരുമിച്ച് എതിർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി VD സതീശനും പിണറായി വിജയനും എല്ലാം തോളോട് തോൾ ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഈ മുന്നണിയുടെ സമുന്നത നേതാവായ, അതായത് AICCയുടെ സമുന്നത നേതാവായ ജനറൽ സെക്രട്ടറിയായ മല്ലികാർജുൻ ഖാർഗെക്ക് വരെ അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കില്ല, ഇന്ത്യ മുന്നണി തൊപ്പിയിടും എന്നുള്ളത്. ഖാർഗെക്ക് പോലും ഇന്ത്യ മുന്നണി തെരഞ്ഞെടുക്കപ്പെടില്ല, ജയിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് VD സതീശനും രാഹുൽ ഗാന്ധിയുമെല്ലാം പറയുന്നത് ഭാരതം
ഇന്ത്യ മുന്നണി ഭരിക്കും എന്നൊക്കെ, ഇത് വിഡ്ഢിതമെന്നല്ലാതെ വേറെ എന്താണ് ഇതിന് വിശേഷിപ്പിക്കുക എന്നുകൂടിയാണ് PC ജോർജ് വ്യക്തമാക്കിയത്. എന്തായാലും നമ്മൾ കൂടുതൽ ഇങ്ങനെ വർത്തമാനം പറയുന്നതിൽ കാര്യമില്ല. ഒരു 72 മണിക്കൂർ, അതായത് ഒരു 3 ദിവസം കാത്തിരുന്നാൽ കൃത്യമായ വിവരങ്ങളെല്ലാം അറിയാമല്ലോ എന്നുകൂടിയാണ് PC ജോർജ് എടുത്തു പറഞ്ഞത്. ആർക്കും യാതൊരു സംശയവും വേണ്ട, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി 3ാം വട്ടവും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തെരഞ്ഞെടുക്കപ്പെടും. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ ഭാരതത്തെ നയിക്കും എന്ന് തന്നെ PC ജോർജ് അടിവരയിട്ട് പറയുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ ഇക്കുറി BJP അക്കൗണ്ട് തുറക്കും, 3 സീറ്റുകൾ നേടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിൽ ഒരു സീറ്റ് പത്തനംതിട്ടയിലായിരിക്കും എന്നുകൂടി PC ജോർജ് പറയുന്നു. PC ജോർജ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശ്രീ PC ജോർജിന് 3 ദിവസമേ ഉള്ളൂ ഇലക്ഷൻ റിസൾട്ട് വരെ. താങ്കളുടെ അഭിപ്രായത്തിൽ കേരളം എങ്ങോട്ടാണ് ഇനി കാറ്റ് വീശാൻ പോണത്? കേരളം അങ്ങോട്ട് കാറ്റ് വീശിട്ട് കാര്യമില്ല. ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടി LDF UDF എല്ലാം ഒരേ മാനസികതയിൽ തന്നെ പോവുകയാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ പിണിയാടുകളായി മാറിയിരിക്കുകയാണ്. ഇവരെവിടെ പോയിട്ടും കാര്യമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ കാര്യങ്ങളൊക്കെ ജനം മനസ്സിലാക്കി വരുന്നുണ്ട്. മോദി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലോകത്തിന് മുമ്പിൽ ഭാരതത്തെ ഏറ്റവും വലിയ നിലയിലാക്കിയിരിക്കുക. ഇത് മനസ്സിലാക്കി നിഷ്പക്ഷമായ മനുഷ്യൻ മുഴുവൻ ഇപ്പൊ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ അക്കൗണ്ട് തുറക്കും. കേരളത്തിൽ ഒരു സംശയവും വേണ്ട. എത്ര സീറ്റ് തുറക്കുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? 3 സീറ്റ് BJP കിട്ടുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ ഈ 3 സീറ്റും കിട്ടുമെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. പത്തനംതിട്ടയിൽ ഉറപ്പാണോ താങ്കൾക്ക് ഇപ്പോഴും BJP വിജയിക്കുമെന്ന്? ആ 100% ഉറപ്പില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവിടേക്ക് ആൾക്ക് അറിയില്ല. ഈ ഇലക്ഷൻ ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പബ്ലിസിറ്റി ഞാൻ ചോദിച്ചൊന്നുമില്ല. സീറ്റ് അങ്ങനെ പബ്ലിസിറ്റി ഇവിടെ വന്നു. സ്വാഭാവികമായി മുഴുവൻ മനുഷ്യൻ നമുക്ക് അനുകൂലമായി നിലപടിച്ച് CPM-ന്റെ പോലും പല മെമ്പർമാരും വിളിച്ച് എന്നോട് പറഞ്ഞ് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയാണ്. കോൺഗ്രസ് അങ്ങനെ വലിയൊരു പിന്തുണ എന്ന് വന്ന സാഹചര്യത്തിലാണ് ശ്രീ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. സ്വാഭാവികമായി എന്നോട് സ്നേഹമുള്ള ആളുകളെല്ലാം മരിച്ച് വീട്ടിൽ കയറി. പക്ഷെ ഞാൻ 2 അല്ലെ 3 ദിവസം കഴിയുമ്പോൾ മരിച്ചങ്ങ് ഇറങ്ങി അനിൽ ആന്റണിക്ക് വേണ്ടി. ഓരോ വാർഡ് ബേസിൽ ഞാൻ പോയി പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യൻ മുഴുവൻ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്തു. അതോടുകൂടി അനിൽ ആന്റണി ജയിക്കാൻ പോയി യാതൊരു തർക്കവും വേണ്ട. അനിൽ ആന്റണി ഇത്തവണ പത്തനംതിട്ട പാർലമെന്റിൽ നിന്ന് പോയിരിക്കുമ്പോൾ സംശയം. ഇന്ത്യ മുന്നണി പറഞ്ഞു വെച്ചാൽ കേന്ദ്രത്തിൽ ഒരിക്കലും ഇനി മോദി സർക്കാർ വരില്ല എന്നൊരു അഭിപ്രായമുണ്ട്. ഇത് നടക്കാൻ ചാൻസ് ഉണ്ടോ? വല്ലവരും വിവരക്കേട് പറയുന്നതിന്റെ അകത്ത് മലയാളി വാർത്ത ഇടപെടേണ്ടത് എന്തൊരു മടയത്ര ഊളത്തരാ പറയുന്നത്. ആ കാർഗെ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയല്ലോ അവർ അധികാരത്തിൽ വരുമെന്ന്. ഒന്ന് ആലോചിച്ച് ചെയ്യും. ഒരു കേജ്രിവാൾ ഒരു 100 കോടി രൂപ കട്ട 120 കോടി രൂപ കട്ട വരുത്തനെയാ വലിയ നേതാവായിട്ട് കിടന്നത്. അയാൾക്ക് എത്ര സീറ്റ് കിട്ടാന്? അയാൾ പറയുന്ന മടയത്ര. മോദിക്ക് 10 ഗ്യാരണ്ടി ഉണ്ട്, എന്റെ 10 ഗ്യാരണ്ടി അത് എന്നതാ? ആ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളാന്ന് വിളിക്കുക, ആണുങ്ങളാന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് ഓരോ പൊട്ടന്മാരിറങ്ങിയ അതിന്റെ പുറകെ കേരളത്തിൽ അത് വേറെ എവിടെയെങ്കിലും ആളെ കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന് കിട്ടുന്ന സീറ്റ് എത്രയാ? കഴിഞ്ഞ തവണ 50 നയിച്ചിട്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയില്ലല്ലോ. പിന്നെ മോദിയുടെ ഔദാര്യങ്ങളുടെ പ്രതിപക്ഷ നേതാവ് നില പറഞ്ഞുകൊണ്ട് നടന്നത്. ഇത്തവണ യാതൊരു ഞാൻ ചോദിക്കട്ടെ, 100 സീറ്റ് കോൺഗ്രസ് കിട്ടുന്ന കാണിച്ചു തരാമോ? എവിടെയെങ്കിലും പറ. എവിടെ ഉണ്ട്? ആ 50 സീറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കല. 60 സീറ്റ് പോരെ, ബാക്കി എവിടെ ഒത്തുവപ്പിക്കും? ഈ 542 സീറ്റ് 542 MP ഇപ്പൊ പകുതിയിലൊന്ന് കൂടുതൽ വേണമല്ലോ. എവിടുന്ന് കിട്ടും? എവിടുന്ന് ഉണ്ടാവും? അത് തർക്കമില്ലാത്ത കാര്യമാണ്. ചുമ്മാ പറഞ്ഞു കൊടുക്കൽ. ഇവിടെ പിണറായി വിജയനും VD സതീശനും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒന്നാന്ന് പറഞ്ഞിടത്ത് കാര്യം ഇവിടെ അടി വെക്കുക. എന്തൊരു നാണക്കേട്. അവരുടെ നേതാവ് ആരാ? പ്രധാനമന്ത്രി ഇന്ത്യ മുന്നണി കിട്ടിയാൽ ആരാണ് പ്രധാനമന്ത്രി? പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുകയല്ലോ. ഇതുപോലെ ചടവലാറ്റ് മുന്നിലായിട്ട് കിടക്കുന്ന മനുഷ്യന്മാർ വോട്ട് ചെയ്യും. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതം, ആ ഭാരതത്തെ ലോകശക്തി മുമ്പിൽ 5ാമത്തെ സാമ്പത്തിക രാഷ്ട്രമാക്കി ഉയർത്തിയ മോദി എന്ന് പറയുന്ന വലിയ മനുഷ്യന് അനുകൂലമായി ജനം തിരിഞ്ഞിരിക്കുകയാണ്. ജനം മുഴുവൻ അവിടെ വോട്ട് ചെയ്യും. യാതൊരു സംശയം വേണ്ട. 3ാം തവണയും ബഹുമാനായ മോദി എന്ന് പറയുന്ന മഹാനായ നേതാവ് മോദിജി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോവാണ്. ആരും പുറകെ നടന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ കുശുമ്പ് പറഞ്ഞു നടക്കാന്നുള്ള ഒരു ഗുണവും ഇല്ല. അതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി ശ്രീ PC ജോർജ്. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.